السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതേപോലെ അത് കഴിഞ്ഞാൽ അടുത്ത ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്, നമുക്ക് ഈ ദുനിയാവിൽ ജന്മം നൽകാൻ, ഈ ദുനിയാവിലേക്ക് വരാൻ കാരണമായ നമ്മുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, ബാധ്യത എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിനോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞ അതേ ആയത്തിൽ തൊട്ടടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നൽകേണ്ടുന്ന ബാധ്യതയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഇതാ നിന്റെ രക്ഷിതാവ് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. എന്താണ് വിധിച്ചിരിക്കുന്നത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാധനകളുടെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതൊക്കെ ആ റബ്ബിന് മാത്രമാണ് നൽകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ആ നന്മ ചെയ്യുക എന്നുള്ളത് അത് ഇബാദത്താണ്. അത് മാത്രമല്ല നമ്മുടെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ പ്രവർത്തനം ഏതാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വലാത്തു അലാ വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ആ റഹ്മാനായ റബ്ബുൽ ഇബാദത്ത്, ആ നമസ്കാരം കൃത്യസമയത്ത് നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. പിന്നെ ചോദിച്ചു, ഖാല സുമ്മ അയ്യു, പിന്നെ ഏതാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി എണ്ണിയത് സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മം നൽകാൻ കാരണമായ ആ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവർ സഹിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിനവർക്ക് നന്ദി കാണിക്കുക, അവരനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അത് സ്വർഗ്ഗത്തിനുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൽസമഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നിന്റെ ഉമ്മാനെ അതായത് മാതാവിനെ നീ മുറുകെ പിടിക്കുക, അവരെ പരിചരിക്കുക, അതേപോലെ അവർക്ക് പുണ്യം ചെയ്യുക. കാരണം ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗ്ഗമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ, ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ അതൊരിക്കലും നമുക്ക് ദുനിയാവിൽ ചെയ്ത് അവർക്ക് പുണ്യം ചെയ്ത് ഒരിക്കലും തീർക്കാൻ പറ്റാത്തത്ര പുണ്യങ്ങളാണ്, ത്യാഗങ്ങളാണ് അവർ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഹമലതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവന്റെ ഗർഭം ചുമന്നു. എങ്ങനെ? വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന്റെ മേലെ പ്രയാസമായി കൊണ്ടാണ് ഗർഭം ചുമന്നത് എന്നുള്ളത്. അതേപോലെ വഫിസാലുഹു ഫീ ആമൈൻ, അതേപോലെ അവന്റെ മൂലക്കുടി പ്രായം എന്നുള്ളത് പാലുകുടി നിർത്തുന്നത് 2 വർഷവുമാണ്. അപ്പൊ ഈ 2 ഘട്ടങ്ങളിൽ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാനോ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത്രത്തോളം ത്യാഗങ്ങളും പ്രയാസങ്ങളും ഉമ്മ തന്റെ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 9 മാസം വയറ്റിൽ വെച്ച് ഒരു ഏകദേശം 10-15 കിലോ വരുന്നത്ര ഭാരം ഏറ്റുകൊണ്ട് ഉമ്മ അതാ ബാത്റൂമിലേക്ക് പോകുമ്പോഴും അത് ഏറ്റു പോകുന്നു, അതേപോലെ ജോലി ചെയ്യുമ്പോൾ അത് ഏറ്റി നടക്കുന്നു, അതേപോലെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിലും അത് ഏറ്റി നടക്കുന്നു, അതേപോലെ കിടന്നുറങ്ങുന്ന സമയത്തിലും അത് ഏറ്റുകൊണ്ടാണ്, ആ ഗർഭം ഏറ്റുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. മറ്റുള്ള യാത്ര പോകുമ്പോഴും ആ കനം ഏറ്റുകൊണ്ടാണ് യാത്ര പോകുന്നത്.
നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കയ്യിൽ ഒരു 10-15 kg ഉള്ള ഒരു ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബാത്റൂമിലേക്ക് പോകുമ്പോഴും എടുക്കുമ്പോഴും അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രയാസമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ നമ്മുടെ ഉമ്മ ആ പ്രയാസമെല്ലാം അനുഭവിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് അത്രത്തോളം നമുക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ചതാണ് ഉമ്മ എന്നുള്ളത്. അത്രത്തോളം ത്യാഗം അവർ അനുഭവിച്ചു. അത് മാത്രമല്ല, മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, അതേപോലെ അങ്ങനെ പ്രയാസത്തിന്റെ മേലെ പ്രയാസം അനുഭവിക്കുകയാണ്. അത് മാത്രമല്ല, പ്രസവത്തിന്റെ സമയത്തോ അങ്ങേയറ്റത്തെ മരണവേദന, മരണത്തോടടുത്ത വേദന സഹിച്ചുകൊണ്ടാണ് ഉമ്മ ആ മകനെ പ്രസവിക്കുന്നത്. അത്രത്തോളം ത്യാഗം അനുഭവിച്ചു. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഉമ്മ തന്റെ മകനെ പ്രസവിക്കുന്നത് എന്നുള്ളതാണ്. അത് തുടർന്ന് ഇനി പ്രസവം കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ അങ്ങേയറ്റത്തെ വേദന സഹിച്ച് പ്രസവിച്ചതിന് ശേഷമോ വീണ്ടും ആ പ്രസവത്തിന്റെ അനുഭവമുള്ള ആ പ്രസവത്തിന്റെ തുടർച്ചയായുള്ള വേദനകൾ അതും അനുഭവിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി പ്രസവത്തിന് ശേഷമോ ആ കുഞ്ഞിക്ക് പാല് കൊടുക്കണം. ആ പാല് കൊടുക്കുന്ന ആ പ്രയാസവും ആ രക്തം ചോര അത് പാലായി ആ മക്കൾക്ക് കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്രയാസമോ അതും വേറെ അനുഭവിക്കേണ്ടി വരും. അത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ മേലെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഉമ്മ തന്റെ മക്കളെ പോറ്റി വളർത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാനുള്ള കാരണം അതാണ്. അത്രത്തോളം ത്യാഗങ്ങളും പ്രയാസങ്ങളും മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സഹവാസത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ഉത്തമമായി പെരുമാറേണ്ടത് ആരോടാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുമ്മ അയ്യു സുമ്മ മൻ, ആരാണ് റസൂലെ പിന്നീട് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു സുമ്മ ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു സുമ്മ മൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മുക്, വീണ്ടും നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമ്മ അബൂക്, നിന്റെ ബാപ്പയോടാണ് എന്നാണ്. പറഞ്ഞതിൽ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത്രത്തോളം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അങ്ങേയറ്റത്തെ വലിയ പ്രാധാന്യം നൽകുന്ന വലിയ സ്ഥാനമാനങ്ങൾ ഉമ്മാക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് നമ്മൾ ആ പുണ്യം ചെയ്യുക. അവർക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചാലും അവർ പ്രയാസം അനുഭവിച്ചത്രത്തോളം നമുക്കൊരിക്കലും നമ്മുടെ പ്രയാസം എത്തുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അവർക്ക് പുണ്യം ചെയ്യുക, അവരെ അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഒരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തി തന്റെ ഉമ്മനെ തോളിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുകയാണ്. ഹജ്ജും ഉംറയും ഉമ്മനെ തോളിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഹജ്ജും ഉംറയും തവാഫ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു തആലാന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ഇബ്നു ഉമറെ, ഇതാ ഞാൻ എന്റെ ഉമ്മനെ തോളിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ചു, തവാഫ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് എന്റെ ഉമ്മ എന്നോട് ചെയ്തിട്ടുള്ള ബാധ്യതകൾ, അതിനുള്ള കടപ്പാടുകൾ തീർന്നോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഇല്ല, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച ആ വേദനകളുടെ ഒരു ശ്വാസത്തിന്റെ ആ ഒരു പകരം പോലും ആയിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുമ്പോൾ അത്രത്തോളം പ്രയാസമാണ് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രത്തോളം ത്യാഗങ്ങൾ അവർ സഹിച്ചു. അതുമാത്രമല്ല, അവർ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നന്മകൾ ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ എന്നെ നോക്കുമോ എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ്, നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയെടുക്കുന്നത്. നമുക്ക് വേണ്ടി അങ്ങനെ അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ നമുക്ക് നന്മകൾ
ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിഹാദിന് വേണ്ടി, അതായത് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ വന്നിരിക്കുന്നത് ജിഹാദിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നീ ജിഹാദിന് വേണ്ടി വന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ റസൂലേ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അഹയ്യു വാലിദക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അതെ റസൂലേ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, നീ അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പരിചരിച്ചുകൊണ്ട്, ആ ഉപ്പാനെയും ഉമ്മനെയും പരിചരിച്ചുകൊണ്ട് നീ അവർക്ക് പുണ്യം ചെയ്തുകൊണ്ട്, അവരെ നല്ല അനുസരിച്ചുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജിഹാദിനേക്കാളും യുദ്ധത്തിനേക്കാളും ഏറ്റവും വലിയ കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത്രത്തോളം ഏറ്റവും വലിയ പുണ്യമാണ് മാതാപിതാക്കളെ പരിചരിക്കുക, അവർക്ക് പുണ്യം ചെയ്യുക, അവർക്ക് നന്മ ചെയ്യുക, അവരെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. അത് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് രണ്ടിനും എതിരായാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ടിനും എതിരായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഇതാ നിങ്ങൾക്ക് ഞാൻ വൻപാപങ്ങളെ, മഹാപാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അതായത് അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, അല്ലാഹുവിനോട് ശിർക്ക് വെക്കുക. അതായത് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന, നമ്മെ സർവ്വതും എല്ലാ കാര്യങ്ങളിലും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സുഖങ്ങളും ഏർപ്പെടുത്തി വെച്ചിട്ടുള്ള റഹ്മാനെ റബ്ബിനോട് അവന്റെ റുബൂബിയത്തിൽ, അവന്റെ സത്തിൽ, അതേപോലെ അവന്റെ ഇബാദത്ത്, അവനക്ക് നൽകേണ്ടുന്ന ഇബാദത്തുകളിൽ, അതേപോലെ അവന്റെ ഗുണവിശേഷണങ്ങളിൽ അവന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളെ അവന്റെ സൃഷ്ടികൾക്ക് ഏൽപ്പിക്കുക, സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാപം, വലിയ പാപമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വഖൂഖുൽ വാലിദൈൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രയാസം നൽകുക, അവരോട് അനുസരണക്കേട് കാണിക്കുക, അവരെ വെറുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം, മഹാപാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം അത്രത്തോളം ത്യാഗങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ആ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭർത്താവിന് തന്റെ മകൻ, ഒരു മോനുക്ക് തന്റെ ഉമ്മയുടെ കഷ്ടം പ്രയാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ അവന്റെ ഭാര്യ പ്രസവിച്ച് അവന്റെ ഭാര്യ പെടുന്ന കഷ്ടം കാണുമ്പോഴാണ് എന്റെ ഉമ്മയും എന്നെ പ്രസവിച്ച സന്ദർഭത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് അവനക്ക് ബോധ്യമാകുന്നത്. അതേപോലെ ഒരു പെണ്ണുക്ക് തന്റെ ഉമ്മ അനുഭവിച്ച ആ ഒരു പ്രയാസം മനസ്സിലാകണമെങ്കിൽ ആ പ്രയാസം സ്വന്തം അനുഭവിക്കുന്ന ആ ഒരു സമയത്താണ് തന്റെ ഉമ്മ എത്രത്തോളം എനിക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചു, എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് അപ്പോഴാണ് ബോധ്യം വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബിർറുൽ വാലിദൈൻ വബിൽ വാലിദൈനി ഇഹ്സാന, അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവർക്ക് പുണ്യം ചെയ്യുക, അവരെ അനുസരിക്കുക, അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ഓർമ്മിക്കുന്നത്, നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിക്കുന്നത്. എന്നാൽ
എല്ലാ വിഷയങ്ങളിലും നമ്മൾ അവരനുസരിക്കണം. പക്ഷേ അള്ളാഹുവിനെ അനുസരണകേട് കാണിക്കുന്ന വിഷയത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത വിഷയങ്ങളിൽ ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. ഇതാ ഞാൻ മനുഷ്യന് വസിയത്ത് നൽകിയിരിക്കുന്നു, ഉപദേശം നൽകിയിരിക്കുന്നു. എന്ത്? ബിവാലിദൈഹി ഹുസ്ന, അവന്റെ മാതാപിതാക്കൾക്ക് അവന് നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം. അവനക്ക് അറിവില്ലാത്ത വിഷയത്തിൽ അവൻ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ വേണ്ടി അവന്റെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞാൽ, ശിർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബിദ്അത്തുകൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുണ്യങ്ങളിൽ നിന്ന് ബാക്ക് നിൽക്കാൻ വേണ്ടി, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അവൻ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അവനെ വിടുന്നില്ല എങ്കിൽ ഒരിക്കലും ആ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമത് ത്വാഅതു ഫിൽ മഅറൂഫ്, അനുസരണം എന്നുള്ളത് അത് നന്മകളിൽ മാത്രമാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അവർ അനുസരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ പുണ്യം ചെയ്യുക, അവരെ നമ്മൾ അനുസരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന നല്ല ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും നമുക്കത് കണക്ക് കൂട്ടുവാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത്. അതേപോലെ ഉമ്മ നമുക്ക് വേണ്ടി ശാരീരികമായി, മാനസികമായി ഒരു ഭാഗത്ത് നിന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി നമ്മുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനും, വസ്ത്രത്തിന്റെ ആവശ്യത്തിനും, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനും സാമ്പത്തികമായി വളരെയധികം ശാരീരികമായും മാനസികമായും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഉപ്പ, ബാപ്പ എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പയെ സംബന്ധിച്ച് പറഞ്ഞത്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ഉപ്പ എന്നുള്ളത് അത് സ്വർഗ്ഗത്തിന്റെ മധ്യവാതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വാതിൽ നീ നഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞാൽ, ഉപ്പാനെ അനുസരിക്കാതെ, ഉപ്പാനെ കെയറാക്കാതെ, അങ്ങനെ ഉപ്പാനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാം. അതേപോലെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വാതിൽ, ആ സ്വർഗത്തിലേക്കുള്ള ആ വാതിൽ നിനക്ക് സൂക്ഷിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, പ്രയാസങ്ങൾ അനുഭവിച്ച, വളരെയധികം മാനസികമായി കഷ്ടപ്പെട്ട ഉപ്പാനെ നമ്മൾ മറന്നു കളയരുത്. അവർക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ നമ്മൾ റെഡിയാകണം. അവർക്ക് പുണ്യം ചെയ്യണം, അവരനുസരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് അനുഗ്രഹം നൽകി, ധാരാളം നിങ്ങൾ ചോദിക്കാതെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നന്ദിയുള്ള ആളുകളായി നിങ്ങൾ മാറണം. അതുമാത്രമല്ല വലിവാലിദൈ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദിയുള്ള ആളുകളായി മാറണം. കാരണം നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. എല്ലാ ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ നന്ദിയുള്ള ആളുകളായി നിങ്ങൾ മാറണം, നല്ല നന്ദിയുള്ള മക്കളായി നിങ്ങൾ മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവർ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും പ്രായത്തിലെത്തി കഴിഞ്ഞാൽ, വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ രണ്ടാളുകൾ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് നിങ്ങൾ ഉഫ് എന്ന വാക്ക്, ചേ എന്ന ഒരു വാക്ക് പോലും അവരോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെയുള്ള ഒരു ചേ എന്നുള്ള ആ ഒരു പെരുമാറ്റം പോലും അവർക്ക് തോന്നുന്ന രൂപത്തിൽ നീ പെരുമാറാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അതേപോലെ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കുകയോ അവരോട് കയർക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരുടെ നല്ല ആദരവോടുകൂടി നല്ല മാന്യമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അവരുടെ മാന്യമായുള്ള സംസാരമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുമാത്രമല്ല വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യം കൊണ്ടുള്ള ചിറകുകളെ കൊണ്ട് അവരെ നിങ്ങൾ മൂടണം. മാതാപിതാക്കളോട് നല്ല കാരുണ്യം കാണിക്കണം. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ചെറുതിൽ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ചെറുതിൽ നോക്കിയതുപോലെ, കാരുണ്യം കാണിച്ചുകൊണ്ട് നോക്കിയതുപോലെ, നിങ്ങളോട് റഹ്മത്ത് കാണിച്ചതുപോലെ ആ വാർദ്ധക്യം എത്തിയ മാതാപിതാക്കളോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. അത് മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എൻ്റെ റബ്ബേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം കാണിക്കണം റബ്ബേ. കമാ റബ്ബയാനി സഗീറ, അവർ ചെറിയ പ്രായത്തിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് കാരുണ്യം കാണിച്ചതുപോലെ, നമ്മളോട് റഹ്മത്ത് കാണിച്ചതുപോലെ അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്കും നീ കാരുണ്യം ചൊരിയണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഒരിക്കലും അത് നമ്മൾ ധിക്കരിക്കാൻ പാടില്ല. ഇനി ധിക്കരിച്ചാലോ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നിന്യമായ ജീവിതമാണ് നമുക്കുണ്ടായിരിക്കുക. അതല്ല, നമ്മൾ അത് അനുസരിച്ചുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തും നാളെ പരലോകത്തും അതിന്റെ അനുഗ്രഹങ്ങളും ബർക്കത്തും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അവർ അനുസരിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടും അവർ ഉപദ്രവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ അൽഖമ റളിയല്ലാഹു തആല അദ്ദേഹം മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയം അദ്ദേഹത്തോട് സ്വഹാബികൾ വന്നുകൊണ്ട് കലിമ ചൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി. എന്നാൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി, എന്നിട്ടും അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നില്ല. ഉടനെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ അൽഖമ റളിയല്ലാഹു തആല ഇങ്ങനെ മരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിനാണുള്ളത്, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിക്കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ സാധിക്കുന്നില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഉമ്മയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് അൽഖമയുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അത് അൽഖമ റളിയല്ലാഹു തആല അൻഹു അൽഖമ നല്ല ഭാഗം നമസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, നല്ല ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ മംഗലം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ വിഷയത്തിൽ എന്നെ അവന് പരിഗണിച്ചിരുന്നില്ല, എന്റെ വാക്കുകൾ അവന് കേട്ടിരുന്നില്ല എന്ന് എന്നോട് അത്ര വലിയൊരു പരിഗണന അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആ ഉമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് തൃപ്തിയില്ല, എനിക്ക് അവനോട് ദേഷ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലായി. ഇത് ഉമ്മയുടെ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ തന്റെ മകന് പുറത്തു കൊടുക്കണം, തന്റെ മകന്റെ വിഷയത്തിൽ തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ തൃപ്തിപ്പെടുകയില്ല, ഞാൻ വളരെ കോപത്തിലാണ് അവന്റെ മേലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് വിറകുകൾ കൊണ്ട് അൽഖമ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജീവനോട് ചുട്ടുകളയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ മുന്നിൽ പറഞ്ഞു. ഇത് കേട്ട ഉമ്മ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്തിനാണ് അദ്ദേഹം, എന്റെ മകൻ ഒന്നില്ല എങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ എല്ലാ ഇബാദത്തും ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയുടെ തൃപ്തിയില്ലാതെ അവന് മരണപ്പെടുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷയായിട്ടും കഠിനമായ ശിക്ഷയായിരിക്കും അനുഭവിക്കേണ്ടത്. ആ പരലോകത്തിലെ ശിക്ഷയെക്കാളും ഇങ്ങനെ ഈ ദുനിയാവിൽ ചുട്ടുമരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ശരി, എങ്കിൽ ഞാൻ ഇതാ അവനക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞു, അന്നി ഖദ് റദീതു അൻ ഇബ്നി അൽഖമ, ഇതാ ഞാൻ എന്റെ മകന്റെ വിഷയത്തിൽ, അൽഖമയുടെ വിഷയത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം മാതാപിതാക്കളെ അനുസരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും വിജയമുണ്ടാകും. അതല്ല, അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അതേപോലെ മരിക്കുന്ന സമയത്ത് കലിമ പോലും ചൊല്ലാൻ സാധിക്കാത്തൊരവസ്ഥ നമ്മളിലേക്ക് കടന്നു വരാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ ദേഷ്യം എന്നുള്ളത് അത് മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്യുന്ന നല്ല ആളുകളായി നമ്മൾ മാറുക. അതിനുള്ള മാതൃക ഒരു സഹാബിയെ കുറിച്ച്, ഒരു താബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കും. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു തആല വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഖൈറത് താബിഈന റജുലുൻ യുഖാലു ലഹു ഉവൈസുൻ വലഹു വാലിദത്തുൻ വകാന ബിഹി ബയാദുൻ. അതായത് ഇന്ന ഖൈറത് താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ജീവിച്ച ആളുകൾക്കാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. എന്നാൽ താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ട എന്നാൽ പ്രവാചകനെ കാണാൻ സാധിക്കാത്ത ആളുകൾക്കാണ് താബിഈങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൈറത് താബിഈന റജുലുൻ, താബിഈങ്ങളിൽപ്പെട്ട ഏറ്റവും ഖൈറായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, യുഖാലു ലഹു ഉവൈസ്, അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് ആണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന വ്യക്തി, യമനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മക്ക് പ്രയാസമുള്ള, അതേപോലെ ശാരീരികമായി കഴിയാത്ത ഒരു ഉമ്മയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ ഉമ്മാനെ വിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗമുണ്ട്, അങ്ങനെ എന്റെ ഉമ്മാനെ നല്ല രൂപത്തിൽ പരിചരിക്കുന്ന, ആ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്ന, ആ ഉമ്മയെ നല്ല രൂപത്തിൽ പരിചരിക്കുന്ന ഒരു വ്യക്തി ഉവൈസ് എന്ന വ്യക്തിയുണ്ട്. ആ ഉവൈസ് എന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫമുറു ഫല്യസ്തഗ്ഫിർ ലക്കും, നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരോട് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. കാരണം ഉമ്മാനെ അനുസരിച്ചുകൊണ്ട്, ഉമ്മാക്ക് പുണ്യം ചെയ്തുകൊണ്ട്, എല്ലാ പരിചരണവും ഉമ്മാക്ക് നൽകിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോലും വരാതെ ഉമ്മാനെ മാത്രം പരിചരിച്ചുകൊണ്ട് ജീവിച്ച ആ മഹാനായ താബിഈൽപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണമെന്ന്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിക്ക് വരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ, അങ്ങനെ യമനിൽ നിന്ന് വന്ന ഈ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുകയും
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനും അലി റളിയല്ലാഹു തആല അൻഹുവിനും വേണ്ടി അദ്ദേഹം ഇസ്തിഗ്ഫാർ തേടിയെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം ഉമ്മാനെ അനുസരിച്ച ഉമ്മാക്ക് പുണ്യം ചെയ്ത ആളുകൾക്ക് അങ്ങനെയുള്ള അത്ര വലിയ ദരജ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് അടഞ്ഞു പോകുന്നതിന് മുമ്പ് ആ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ പുണ്യം ചെയ്യുക, അവർക്ക് നന്മ ചെയ്യുക. അതേപോലെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പാപമോചനം തേടുക. എല്ലാ സമയത്തും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനും റഹ്മത്തിനു വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വയാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله